ഹായ് ഗായ്സ്, എല്ലാവർക്കും QSPSC ഹസിൽ പി വൈക്യുവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂ SCERT ബേസ്ഡ് 5th സ്റ്റാൻഡേർഡ് ബേസ്ഡ് ചെയ്ത ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ജീവനുള്ള വിത്തുകൾ. അപ്പം നമ്മൾ ആദ്യത്തെ ബേസിക് സയൻസിലെ ആദ്യത്തെ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വീഡിയോയുടെ എൻഡിൽ ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, കയറി കണ്ടു നോക്കുക. ഓക്കെ, അപ്പം ജീവനുള്ള വിത്തുകൾ. ആദ്യം തന്നെ ഒരു സ്റ്റോറിയാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു പിങ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ സമറി ഇതാണ്: ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുള്ളൂ, ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളയ്ക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സമറി. ഓക്കെ, എന്നിട്ട് വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില എക്സ്പെരിമെൻറ്റ്സ് കുട്ടികൾക്ക് സയൻസ് ഡയറി എഴുതാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. നമുക്കൊന്നും വേണ്ട, നമുക്ക് താഴോട്ട് പോയി നോക്കാം. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ സൂര്യപ്രകാശം, മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. അപ്പം എന്തൊക്കെ വിത്ത് മുളയ്ക്കാൻ വേണം? മണ്ണും സൂര്യപ്രകാശവും വേണ്ട, ജലം വേണം, വായു വേണം, ആവശ്യമായ താപനിലയും വേണം അല്ലേ? മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും പല വിത്തുകൾക്കും വ്യത്യസ്തമാണ്. അപ്പം സൂര്യപ്രകാശവും സോയിലും വേണ്ട, ജലം വേണം, വായു വേണം, താപനില വേണം. ഓക്കെ, ഇനി നോക്കിയേ, വിത്തിനുള്ളിലെ ജീവൻ എന്ന് പറഞ്ഞൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു വിത്ത് ആദ്യമായിട്ട് പൊട്ടുമ്പോൾ പുറത്ത് വരുന്ന എന്താണ്? ബീജമൂലം അഥവാ റാഡിക്കളാണ് പുറത്ത് വരുന്നത്. ഓക്കെ, പിന്നീട് എന്ത് വരും? രണ്ടാമതായിട്ട് വരുന്ന എന്തുവാണ്? ബീജശീർഷം വരും. ഓക്കെ, ബീജശീർഷം അഥവാ പ്ലൂമ്യൂൾ വരും. ഈ ബീജമൂലം എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും, വേരായിട്ട് മാറും. ബീജശീർഷം ഇലയും തണ്ടുമായിട്ട് മാറും. ഇനി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ബീജപത്രം. എന്താണ് ബീജപത്രം? വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. ഈ ബീജപത്രത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്? കോട്ടിലിഡോൺ. അപ്പോൾ ഈ വിത്ത് മുളച്ച് ഇലയും തണ്ടും ഒക്കെ ആവണ്ടേ, അതുവരെ ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ബീജപത്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്നു. പോഷകലായനിയിലാണ് സസ്യങ്ങളെ വളർത്തുന്നത്. എന്തിൽ? ഹൈഡ്രോപോണിക്സിൽ. ഇനി നേരത്തെ ബാക്കി പറയാണ്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. ഇനി ആ പിക്ചറിനെ ബേസ് ചെയ്ത് ചോദിച്ചേക്കാണ്, പയർ വിത്തിന് എത്ര ബീജപത്രമുണ്ട്, ചോളത്തിന് എത്ര എണ്ണം ഉണ്ടെന്ന്. പയർ വിത്തിന് എത്ര എണ്ണം ഉണ്ട്? 2 ബീജപത്രമുണ്ട്. ചോളത്തിനാണെങ്കിലോ 1 ബീജപത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 ബീജപത്രമുള്ള സസ്യങ്ങളിലാണെങ്കിൽ ഫുഡ് ബീജപത്രം തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാകും. പ്രിപ്പയർഡ് ഫുഡ് ഉണ്ടാകും, ബീജപത്രത്തിനകത്ത് ഉണ്ടാകും ആ പ്ലാന്റിന് വേണ്ട ഫുഡ്. ഇനി ചോളം പോലുള്ള ഒറ്റ ബീജപത്രമുള്ള സസ്യങ്ങളിലാണെങ്കിൽ ബീജാന്നം എന്ന് പറഞ്ഞൊരു ഭാഗം കാണും, എൻഡോസ്പേം. അവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജാന്നത്തിൽ നിന്നാണ്. അതാണ് എൻഡോസ്പേം, ബീജാന്നം. ഓക്കെ, വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്ത് മുളക്കലിനെ കുറിച്ച് ബോക്സായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും, റാഡിക്കൽ ആൻഡ് പ്ലൂമ്യൂൾ, പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇനി വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ മുളപ്പിക്കാറുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയാണ്? ചെമ്പരത്തി, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തേക്കുന്നുണ്ടോ? ചെമ്പരത്തി എങ്ങനെയാണ്? ചെമ്പരത്തിയുടെ നടിയിൽ വസ്തു എന്താണ്? കമ്പ് മുറിച്ച് നമ്മൾ ചെമ്പരത്തി നടാറുണ്ട് അല്ലേ? പിന്നീട് നിശാഗന്ധിയുടെയും ഇലമുളച്ചിയുടെയും ഇലയാണ് നടിയിൽ വസ്തു. കൃഷ്ണകിരീടത്തിൻ്റെ ആണെങ്കിലോ, കൃഷ്ണകിരീടത്തിൻ്റെ വേരാണ് നടിയിൽ വസ്തു. ഓക്കെ, അറിഞ്ഞുകൂടാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി വിത്ത് മുളയ്ക്കൽ ഒരു മരവും പക്ഷിയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പം മരം ചോദിക്കുന്നത്, എന്തിനാണ് നീ എൻ്റെ കായ്കളെല്ലാം തിന്നുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നിൻ്റെ പഴം തിന്ന് വിഷപ്പടക്കുക മാത്രമല്ല, ഞാൻ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും നിൻ്റെ വിത്ത് എത്തിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം വിത്ത് എങ്ങനെയാണ് പല സ്ഥലങ്ങളിലും എത്തുന്നത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം അഥവാ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം അഥവാ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. എന്തിനാണ് സീഡ് ഡിസ്പേഴ്സൽ? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ വീണു മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം,
സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവയൊന്നും ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലേ. എല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് കഴിഞ്ഞാൽ കിളർക്കുമായിരിക്കും, പക്ഷെ വളരത്തില്ല അല്ലേ. വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ചുവട്ടിൽ തന്നെ കിടന്നാൽ കിട്ടുമോ? ഇല്ല. അപ്പം വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും എന്ത് മൂലമാണ്? വിത്ത് വിതരണം മൂലമാണ് കാണപ്പെടുന്നത്. ഇനി വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു തെങ്ങിനകത്തുനിന്ന് തേങ്ങ വെള്ളത്തിൽ വീണ് ഒഴുകി പോകുന്നതാണ് കാണിക്കുന്നത്. അതായത് വിത്ത് വിതരണത്തിൻ്റെ രീതിയാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ വിത്ത് വിതരണം നടക്കും. വെള്ളത്തിലൂടെ എന്തിൻ്റെയൊക്കെ വിത്ത് വിതരണം നടക്കാറുണ്ട്? തേങ്ങ, ഒതളങ്ങ പോലുള്ള സാധനങ്ങളുടെയൊക്കെ വിത്ത് വിതരണങ്ങൾ വെള്ളത്തിലൂടെയാണ് നടക്കുന്നത്. കാറ്റിലൂടെ ആണെങ്കിലോ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കാറ്റിലൂടെ ആണെങ്കിൽ അപ്പൂപ്പൻ താടി, മഹാഗണി പോലുള്ളവയുടെയൊക്കെ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? കാറ്റിലൂടെയാണ്. ഓക്കെ. പിന്നെ ഇവിടെ കടലാടി, അസ്ത്രപ്പുല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? നമ്മുടെ വസ്തുക്കളിലൊക്കെ പറ്റിപ്പിടിച്ച് പിന്നെ അത് വീഴുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കടലാടി, അസ്ത്രപ്പുല്ല് പോലുള്ളവയൊക്കെ കിളിർക്കാറുണ്ട്. ഇനി റബ്ബർ, കാശിത്തുമ്പയൊക്കെ ആണെങ്കിലോ പൊട്ടിത്തെറിച്ച് അല്ലേ ബേസ്റ്റ് ചെയ്താണ് കളിക്കുന്നത്. റബ്ബർ, കാശിത്തുമ്പ, ബാൾസം പോലത്തെ ചെടികൾ, അമരച്ചെടി, ചീരയൊക്കെ എന്തോ ചെയ്യും? ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിത്തെറിച്ചിട്ട് കിളിക്കാറുണ്ട്. ഓക്കെ. അത് ടേബിൾ താണ്ട കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇലകളുടെ വൈവിധ്യം പറഞ്ഞിരിക്കുകയാണ്. ഇലകളുടെ വൈവിധ്യം. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? ഈ കാണുന്ന എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇലയിലേക്ക് ജലം എത്തിക്കാനും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതിനും ഈ ഭാഗങ്ങൾ വഴിയാണ്. അപ്പോൾ ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരങ്ങൾ കൊണ്ടുപോകുന്നതും ഈ വരച്ചിരിക്കുന്ന ഭാഗങ്ങൾ വഴിയാണ്. ഓക്കെ. ഇവയാണ് ഇലയിലെ സിരകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ. രണ്ട് ഇലകളിലും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണോ? അല്ല. ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര നോക്കൂ കണ്ടോ? അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കട്ടികൾ പോലെ കിടക്കുന്നത് കണ്ടില്ലേ? ഇതാണ് ജാലികാസിരാവിന്യാസം അഥവാ റെറ്റിക്കുലേറ്റ് വീനേഷൻ. എന്താണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ? നോക്കിയേ, പിക്ചർ നിങ്ങൾ നല്ലോണം ഒന്ന് നോക്കിയേ. ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് ആരംഭിച്ച് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര. ഓക്കെ. അതിൽ നിന്ന് പുറപ്പെടുന്ന ചെറിയ ബ്രാഞ്ചസ്, ശാഖകൾ, അത് പരസ്പരം ബന്ധപ്പെട്ട് ഒരു വലക്കണ്ണി പോലെ ഇങ്ങനെ കിടക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജാലികാസിരാവിന്യാസം അഥവാ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെ ഇല എക്സാമ്പിളായിട്ട് പറയാം? പ്ലാവല പറയാം അല്ലേ. പ്ലാവല, മാവല, പേരയുടെ ഇല ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. എന്തിനാണ്? റെറ്റിക്കുലേറ്റ് വീനേഷൻ അഥവാ ജാലികാസിരാവിന്യാസത്തിന് എക്സാമ്പിളാണ്. ഓക്കെ. അടുത്ത അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന ഇല നോക്കുക. രണ്ടാമത്തെ ചിത്രത്തിൽ കിടക്കുന്ന ഇല നോക്കിയേ. ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടി നിന്ന് തുടങ്ങിയിട്ട് സമാന്തരമായി അങ്ങ് അഗ്രഭാഗം വരെ യോജിക്കുന്നു. ഇതാണ് സമാന്തര സിരാവിന്യാസം. എന്താണ് സമാന്തര സിരാവിന്യാസം? പാരലൽ വീനേഷൻ എന്ന് പറഞ്ഞാൽ ഞെട്ടിന്ന് തുടങ്ങി അഗ്രം വരെ അവർ തമ്മിൽ പരസ്പരം കണക്ഷൻ ഇല്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയിരിക്കുകയാണ്, പാരലലായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സമാന്തര സിരവിന്യാസം. അവിടെ ബ്രാഞ്ചസോ നെറ്റ്വർക്ക്സോ വലക്കണ്ണികൾ പോലെ ഒന്നും കിടക്കുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഞെട്ടിന്ന് തുടങ്ങി അങ്ങ് അഗ്രം വരെ പോയി ചെന്ന് മുട്ടുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സമാന്തര സിരാവിന്യാസം. ഇതിന് എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം? തെങ്ങ്, അതായത് ഓല പറയാം, വാഴ, നെല്ല്, പുല്ല്, ഇവയൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം. ഓക്കെ. ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ പോകുന്ന പ്രധാന സിര നോക്കൂ. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കണ്ടില്ലേ? ഇതാണ് ജാലികാസിരാവിന്യാസം അഥവാ റെറ്റിക്കുലേറ്റ് വീനേഷൻ. രണ്ടാമത്തെ ചിത്രത്തിൽ ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായ അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു. ഇതാണ് സമാന്തര സിരവിന്യാസം അഥവാ പാരലൽ വീനേഷൻ. ഓക്കെ. പച്ചയില 2 കൊടുത്തിട്ടുണ്ട്. ഇലകളുടെ സിരാവിന്യാസവും അവയുടെ വേരിൻ്റെ ഘടനയും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടാവൂലേ? ജാലിക സിരാവിന്യാസമുള്ള ചെടിയുടെയും സമാന്തര സിരാവിന്യാസമുള്ള ചെടിയുടെയും വേര് പരിശോധിച്ച് ചിത്രം വരയ്ക്കൂ. നിങ്ങൾ വരച്ച ചിത്രങ്ങൾ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തേക്കുവാണ്. ഓക്കെ. പ്ലാവിലെ വേരുപടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നു നിൽക്കുന്ന വലിപ്പം കൂടിയ ഒരു വേര് കാണുന്നില്ലേ? ഈ വേരാണ് തായ് വേര് അഥവാ ടാപ്പ് റൂട്ട്. കണ്ടോ? പ്ലാവിൻ്റെ പിക്ചർ കണ്ടോ? പ്രധാനപ്പെട്ട വേരിൽ നിന്ന് വളർന്നിട്ട് ബ്രാഞ്ചസ് ആയിട്ട് വേരുകൾ പോകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? തായ് വേര് അഥവാ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്.
കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം അഥവാ ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം അഥവാ ടാപ്പ് റൂട്ട് സിസ്റ്റം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേരുപടലം കാണാം. ഓക്കെ, മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേരുപടലം കാണാം. ഇനി അപ്പുറത്ത് കാണിച്ചിരിക്കുന്ന പുൽച്ചെടി കണ്ടോ? അതാണ് നാരുവേരുപടലം അഥവാ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. നാരുവേരുപടലം അഥവാ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. എങ്ങനെയാണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന് വരുന്ന ഒരു വേരുപടലമാണ് നാരുവേരുപടലം. കണ്ടോ? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ. മറ്റേത് ഒരു മെയിൻ വേര് വന്നിട്ട് ബ്രാഞ്ചസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്ലാവിൻ്റെ നമ്മൾ ഓർത്ത് നോക്കിയാൽ മതി, എക്സാമ്പിൾ വെച്ച് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നാരുവേരുപടലം എന്തുവാണ്? ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന് വരുന്ന വേരുപടലമാണ് നാരുവേരുപടലം അഥവാ എന്തെന്ന് പറയും? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേരുപടലമാണ് ഉള്ളത്. പുൽവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ എക്സാമ്പിൾ ഏതൊക്കെ പറയാം? തെങ്ങ് പറയാം, വാഴ, നെല്ല്, പുല്ല് എല്ലാം നമുക്ക് എക്സാമ്പിൾ പറയാം അല്ലേ? തെങ്ങ്, വാഴ, നെല്ല്, പുല്ലെല്ലാം എക്സാമ്പിളാണ്. എല്ലാം ഫൈബ്രസ് റൂട്ടല്ലേ? തെങ്ങിൻ്റെയൊക്കെ ഫൈബ്രസ് റൂട്ടല്ലേ? ഇങ്ങനെ നിറച്ചിങ്ങനെ റൂട്ട് പോലെ ഇങ്ങനെ പോയിരിക്കുമല്ലേ? നാരുകൾ പോലെ റൂട്ട് ഇങ്ങനെ പോയിരിക്കുമല്ലോ. അല്ലാതെ മെയിൻ റൂട്ട് വന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നില്ലല്ലോ. അതാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയും ചില വേരുകൾ അടുത്തൊരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുകയാണ്. സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും വേരുകൾ ഉണ്ടാകുന്ന കാര്യം പറയുകയാണ്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. എന്തെന്നാണ് അറിയപ്പെടുന്നത്? കണ്ടേ, താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെ അറിയപ്പെടുന്ന ശ്വസന വേരുകൾ. കണ്ടോ? തണ്ടിൽ നിന്നും പിന്നെ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നുമൊക്കെ വേര് താഴോട്ട് വളരാറുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെ പറയുന്നു. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകൾ എന്താണ്? ശ്വസന വേരുകൾ. കണ്ടോ? കണ്ടൽ ചെടിയിൽ കാണുന്നത് ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത്. ന്യൂമാറ്റോഫോഴ്സ് ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസന വേരെന്ന് അറിയപ്പെടുന്നു. ഓക്കെ, വാതക വിനിമയത്തിന് സഹായിക്കുന്നുണ്ട്. കണ്ടൽ ചെടിയുടെ വേരുകൾ എന്തെന്നറിയപ്പെടുന്നു? ശ്വസന വേര് എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മൾ പഴയ SCERTയിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ് അല്ലേ? നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ക്രീപ്പേഴ്സ് അഥവാ ഇഴവള്ളികൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാ? മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി പേരാലിൽ കാണുന്നത് ഏത് തരം വേരുകളാണ്? താങ്ങുവേരുകളാണ് പേരാലിൽ കാണുന്നത് അല്ലേ? നോക്കിയേ, പേരാലിൽ കാണുന്നത് ഏതാണ്? താങ്ങുവേരുകളാണ്. ഇനി ഒരു ചെടിയുടെ തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് വളരുകയാണെങ്കിൽ അത്തരം വേരുകളെ പറയുന്ന പേരെന്താണ്? പൊയ്ക്കാൽ വേരുകൾ. കണ്ടോ? പൊയ്ക്കാൽ വേരുകൾ കണ്ടോ? എക്സാമ്പിൾ എന്താണ്? ആറ്റുകൈത പൊയ്ക്കാൽ വേരുകൾ അഥവാ സ്റ്റിൽറ്റ് റൂട്ടിൻ്റെ എക്സാമ്പിളാണ്. താങ്ങുവേരിന് നമ്മൾ എന്ത് പറയും? പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയും. പൊയ്ക്കാൽ വേരുകൾക്ക് എന്തെന്ന് പറയും? സ്റ്റിൽറ്റ് റൂട്ട്സ് എന്ന് പറയും. ഓക്കെ, ഇനി ശ്വസന വേരുകൾ അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ? ന്യൂമാറ്റോഫോഴ്സ്, ശ്വസന വേരുകൾ. ഇനി ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകളുണ്ട്. ചില സംഭരണ വേരുകളുണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനെന്തെന്ന് പറയും? സംഭരണ വേരുകളെന്ന് പറയും. സ്റ്റോറേജ് റൂട്ട്സ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മരച്ചീനി, ക്യാരറ്റ്, മധുരക്കിഴങ്ങൊക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, മരച്ചീനി, ക്യാരറ്റ്, മധുരക്കിഴങ്ങൊക്കെ സംഭരണ വേരുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ. ഓക്കെ, മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളെ എന്തെന്ന് പറയും? ഭൂകാണ്ഡങ്ങൾ എന്ന് പറയും. അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഉരുളക്കിഴങ്ങ്, മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ് ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഭൂകാണ്ഡങ്ങൾക്ക് എക്സാമ്പിളാണ് ഭൂകാണ്ഡങ്ങൾ. അപ്പം നിലത്ത് പടർന്നു പിടിക്കുന്നത് ഇഴവള്ളികൾ ക്രീപ്പേഴ്സ്. പിന്നെ വേര് തണ്ടിൽ നിന്ന് താഴോട്ട് വരുന്നതിന് എന്തെന്ന് പറയും? തണ്ടിൽ നിന്നല്ല, താഴോട്ട് പേരാലിനകത്തൊക്കെ കാണുന്നത് എന്താണ്? താങ്ങുവേരുകളാണ്. പ്രോപ്പ് റൂട്ട്സ് ആണ് കാണുന്നത്, ശിഖരങ്ങളിൽ നിന്ന് താഴോട്ട് വരുന്നത്. ഇനി തണ്ടിൽ നിന്നും താഴോട്ട് വരുന്ന വേരുകൾ എന്തെന്ന് പറയും?
പൊയ്ക്കാൽ വേരുകൾ അഥവാ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയും, ആറ്റുകൈതയ്ക്കുള്ളത്. ഇനി ചതുപ്പ് നിലങ്ങളിൽ കാണുന്നത് ന്യൂമാട്രോട്രോപ്സ് അഥവാ ശ്വസന വേരുകൾ. ഇനി ഫുഡ് സംഭരിച്ച് വെക്കുന്ന, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചീനിയിലും ക്യാരറ്റിലും ഒക്കെ കാണുന്ന എന്താണ്? സംഭരണ വേരുകൾ അഥവാ സ്റ്റോറേജ് റൂട്ട്സ്. ഇനി മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങൾ, അതിനെന്തെന്ന് പറയും? ഭൂകാണ്ഡങ്ങൾ, അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. ഇതിനകത്തൊക്കെ കാണുന്ന ഉരുളക്കിഴങ്ങ്, മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പിനകത്തൊക്കെ കാണുന്നതിന് എന്തെന്ന് നമ്മൾ പറയും? ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ SCERT-ക്കകത്ത് പഠിച്ച കുറച്ച് ഫാക്ട്സ് റിവൈസ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇനി മോണോകോട്ട് പ്ലാന്റ്സിനെയും ഡൈക്കോട്ട് പ്ലാന്റ്സിനെയും കുറിച്ച് പറയുകയാണ്. ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജ പത്രസസ്യങ്ങളും. ഒരു ബീജം മാത്രമേ ഉള്ളെങ്കിൽ അത്തരം സസ്യങ്ങൾ എന്തെന്ന് പറയും? ഏകബീജപത്ര സസ്യങ്ങളെന്ന് പറയും. മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയും. തെങ്ങ്, വാഴ, നെല്ല്, പുല്ല് പോലെയൊക്കെ ഉള്ളതിന്. ഇനി രണ്ട് ബീജമുള്ള സസ്യങ്ങളാണെങ്കിൽ ദ്വിബീജ സസ്യങ്ങളെന്ന് പറയും. ഏതാണ്? മാവ്, പ്ലാവ്, പേരയൊക്കെ ദ്വിബീജ സസ്യങ്ങളാണ്. ഓക്കെ, ഒരു ബീജം മാത്രമേ ഉള്ളൂ ചിത്രത്തിൽ കാണിച്ചാക്കുന്നതിനകത്ത്. ഓക്കെ, അത്തരം സസ്യങ്ങളെ ഏകബീജ സസ്യങ്ങൾ എന്ന് പറയുന്നു. മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ എന്ത് പേര് വിളിക്കാം? ഡൈക്കോട്ട് പ്ലാന്റ്സ്, ദ്വിബീജ പത്രസസ്യങ്ങളെന്ന് വിളിക്കാം. നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജ സസ്യത്തിൻ്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് സവിശേഷത? നാരുവേരുപടലം, അതായത് നമ്മൾ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുമ്പം എന്തിനെ ഓർത്താൽ മതി? ഫൈബ്രസ് റൂട്ടുള്ള പ്ലാന്റിനെ ഓർത്താൽ മതി. നാരുവേര് പടലമുള്ള പ്ലാന്റിനെ ഓർത്താൽ മതി. എക്സാമ്പിൾ തെങ്ങ് പറഞ്ഞു, നമ്മൾ നാരുവേര് പടലമുള്ള തെങ്ങിനെ പറഞ്ഞു. അപ്പം എന്താണ് അതിന്? ശിഖരങ്ങളില്ലാത്ത തണ്ട്, അല്ലേ? ശിഖരങ്ങളുണ്ടോ? അതെങ്ങനെ? ഇല്ല, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര വിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജ പത്രസസ്യത്തിൻ്റെ എക്സാമ്പിളാണ്. ഇനി തായ്വേരുപടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ഓക്കെ, ജാലികാ ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജ പത്രസസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. പ്ലാവിനെ ഓർത്ത് നോക്കൂ. പ്ലാവാണെങ്കിൽ എന്താണ്? ദ്വിബീജ പത്രസസ്യം, അല്ലെ? എൻ്റെ തണ്ടിൽ നിന്ന് വേര് ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നു. ഇലകൾ എന്തുവാ? ശിഖരങ്ങളോട് കൂടിയ ജാലികാ ശിരാവിന്യാസമുള്ള ഇലകളാണ്. ശിഖരങ്ങളോട് കൂടിയ തണ്ടാണ്, അല്ലേ? ബ്രാഞ്ചസ് അല്ലേ പ്ലാവിന്? അപ്പോൾ അതിനെന്തെന്ന് പറയും? ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറയും. തെങ്ങ് പോലുള്ളതിനെ എന്തെന്ന് പറയും? തെങ്ങ്, പുല്ല്, നെല്ല്, വാഴയൊക്കെ എന്താണ്? ഫൈബ്രസ് റൂട്ട് പ്ലാന്റ്സ് ആണ്, മോണോകോട്ട് പ്ലാന്റ് ആണ്. മാവ്, പ്ലാവ് ഒക്കെ എന്താണ്? ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ്. ഓക്കെ, കുറ്റിയറ്റ് പോകാതെ. പല പ്രദേശങ്ങളിലും മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളതുമായ സസ്യങ്ങൾ ചിത്രത്തിൽ നോക്കൂ. കണ്ടോ? മുള്ളിലം, തുമ്പയൊക്കെ കാണിച്ചു വെക്കുന്നു. അവയൊന്നും ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. പിന്നെ നമ്മൾ കുറച്ച് ഓൾഡ് SCERT-യും കൂടെ നോക്കി. ഇപ്പോൾ ഒരു റിവിഷനും കൂടെ ആവും. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. SCERT ക്ലാസ്സസ്, പിന്നെ കൂടാതെ നമ്മൾ PYQ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. PSC റീസെൻ്റായിട്ട് നടത്തി വരുന്ന എല്ലാ എക്സാമിൻ്റെയും, ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സാം ആൻഡ് സ്പെഷ്യൽ എക്സാംസ്, ജനറൽ PSC എക്സാംസ് എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റും ഞാനിവിടെ കൊടുത്തിരിക്കുക. കാണാത്തവർ കയറി കണ്ടു നോക്കുക. ഓക്കെ, ചാനൽ ഉപകാരപ്പെടുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.